ഹരി ഓം. എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ ഗ്യാപ്പായിട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ട്, പനിയും തൊണ്ടയ്ക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയ പോലെ തന്നെയായി. ചുമ വന്നുകൊണ്ടിരിക്കുക, സംസാരിക്കുമ്പോൾ ചുമ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കാരണമാണ് വീഡിയോ വൈകിയത്. നമുക്കറിയില്ലല്ലോ, ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നത് അങ്ങനെയാവാം. ഇതിനൊന്നും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന സംഗതികളല്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 34ാമത്തെ ദശകം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇടാം. അതിന് മുമ്പ് 35ാമത്തെ ദശകം ത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 35ാമത്തെ ദശകം രാമായണ കഥ തന്നെയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദശകങ്ങളിലായിട്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രാമായണ കഥ നാരായണീയത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ 34ാമത്തെ ദശകം നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 35ാമത്തെ ദശകമാണ് ചൊല്ലാനുള്ളത്. 35ാമത്തെ ദശകത്തിലെ രാമായണ കഥ സുഗ്രീവ സഖ്യം മുതലാണ് വിവരിക്കുന്നത്. ഈ ദശകം കൊണ്ട് രാമായണ കഥ പൂർത്തിയാവും. അപ്പോൾ ഇതിൽ വൃത്തം ശ്രദ്ധര എന്നുള്ള വൃത്തമാണ്. 10 ശ്ലോകങ്ങളുമാണ് 35ാമത്തെ ദശകത്തിലുള്ളത്. അപ്പോൾ ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിതയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോത്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മതങ്കാശ്രമാന്തേ. ഒന്നുകൂടി ചൊല്ലാം. നീതഃ സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിതയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോത്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മതങ്കാശ്രമാന്തേ. 35ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ സുഗ്രീവ സഖ്യം ആണ് വിവരിക്കുന്നത്. അപ്പോൾ സുഗ്രീവ സഖ്യം മുതലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു അല്ലേ നേരത്തെ തന്നെ. അപ്പോൾ അങ്ങനെ സുഗ്രീവ സഖ്യം മുതലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഹനുമാൻ രാമലക്ഷ്മണന്മാരെ തൻ്റെ തോളിലേറ്റി സുഗ്രീവൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ബാലിയെ വധിച്ച് രാജ്യം തിരികെ നേടിക്കൊടുക്കാം എന്ന് ശ്രീരാമസ്വാമിയും സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിക്കാമെന്ന് സുഗ്രീവനും തമ്മിൽ പരസ്പരം സഖ്യം ചെയ്തു. ഹനുമാൻ്റെ മുന്നിൽ വെച്ച് രണ്ടുപേരും പരസ്പരം സഖ്യം ചെയ്തു. ബാലിയെ വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, ബാലി സുഗ്രീവൻ്റെ സഹോദരൻ തന്നെയാണ്. എങ്ങനെയാണ് അവർ തമ്മിൽ ശത്രുക്കളായത് എന്നുള്ളതൊക്കെ വേറെ കഥകളുമുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ രാമായണ കഥ വളരെ ചുരുക്കി വിവരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സുഗ്രീവന് എങ്ങനെയാണ് രാജ്യം തിരിച്ചു നേടിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ബാലിയെ ജയിക്കുക എന്നുള്ളത് അതികഠിനമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അങ്ങനെ അത്ര എളുപ്പത്തിൽ ബാലിയെ ജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ദുന്ദുഭി എന്നുള്ള അസുരനെ ജയിച്ച ആളാണ് ബാലി. അപ്പോൾ ആ ദുന്ദുഭി എന്ന അസുരനെ ആർക്കാണോ എടുത്തുയർത്താൻ കഴിയുന്നത് അയാൾക്ക് മാത്രമേ ബാലിയെ പരാജയപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ശ്രീരാമസ്വാമി ദുന്ദുഭിയെ തൻ്റെ കാലിൻ്റെ തള്ളവിരൽ പെരുവിരൽ കൊണ്ട് മാത്രം തട്ടിക്കളഞ്ഞു. ദുന്ദുഭി അങ്ങനെ തട്ടി മാറ്റി എന്നാണ് പറയുന്നത്. തെറിച്ചു പോയി ദുന്ദുഭി എന്ന് പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര ബലവാനായിരുന്നിരിക്കും ശ്രീരാമസ്വാമി അല്ലേ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ. അപ്പോൾ തീരെ ശക്തിയില്ലാതാവാൻ ഒട്ടും സാധ്യതയില്ല. അപ്പോൾ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തട്ടിമാറ്റി. പിന്നീട് ബാലി മല്ലിടുന്ന സപ്തസാലങ്ങളുണ്ട്, 7 സാല മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഭേദിക്കണം. അതായിരുന്നു അടുത്ത പരീക്ഷണം. അത് വെറും ഒരൊറ്റ അമ്പ് കൊണ്ട് ശ്രീരാമസ്വാമി ഈ 7 മരങ്ങളെയും ഒന്നിച്ച് ഭേദിച്ചു. പിന്നീട് സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത്, പരസ്പരം മല്ലിടുന്ന സമയത്ത്, ഒരു വഞ്ചന എന്നോണമാണ് വൃക്ഷത്തിൻ്റെ ഇടയിൽ മറഞ്ഞു നിന്ന്
അമ്പെയ്ത് ബാലിയെ ശ്രീരാമസ്വാമി വധിക്കുന്നത്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാതെ കഴിയില്ല എന്ന് സാരം. വഞ്ചനയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല. പക്ഷെ എങ്കിൽ കൂടിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ലത് നടക്കുവാൻ വേണ്ടി, ഈ ഭൂമിക്ക് ഭൂഷണമല്ലാതെ വരുന്നത്, ഭൂമിക്ക് തിന്മ വരുന്ന ഒരു കാര്യം ജയിക്കാതിരിക്കാൻ വേണ്ടി വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്ത് ശ്രീരാമസ്വാമി വധിക്കുകയാണ്. അങ്ങനെ വധിച്ച് സുഗ്രീവന് രാജ്യം തിരികെ ഏൽപ്പിച്ച് സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിന്നീട് വരുന്നത് വർഷകാലമാണ്. വർഷകാലം എന്ന് പറയുന്നത് വിരഹികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദന ഉളവാക്കുന്നതാണ്. സീതാദേവി പിരിഞ്ഞിരിക്കുകയാണ് അല്ലേ ശ്രീരാമസ്വാമി. അപ്പോൾ ആ വർഷകാലത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള തൻ്റെ പത്നിയെ പിരിഞ്ഞ എല്ലാ വേദനകളും അനുഭവിച്ച് ശ്രീരാമസ്വാമി വർഷകാലം കഴിച്ചുകൂട്ടി. അതെവിടെയാണ് കഴിച്ചുകൂട്ടിയതെന്ന് പറയുന്നുണ്ട്. മദംഗമുനിയുടെ ആശ്രമത്തിൻ്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്ന മാല്യവാൻ എന്ന പർവ്വതത്തിലാണ് രാമലക്ഷ്മണന്മാർ ചേർന്ന ആ കാലം അത്രയും വസിച്ചത്. അത്രയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹനുമാന്റെ തോളിലേറി രാമലക്ഷ്മണന്മാർ സുഗ്രീവൻ്റെ അടുക്കലെത്തുന്നു. ബാലിയെ വധിച്ച് രാജ്യം തിരികെ നേടിക്കൊടുക്കാമെന്ന് ശ്രീരാമസ്വാമിയും സീതയെ അന്വേഷിച്ച് കണ്ടെത്തിത്തരാമെന്ന് സുഗ്രീവനും പരസ്പരം സഖ്യം ചെയ്തു. ഹനുമാന്റെ മുമ്പിൽ വെച്ച് സഖ്യം ചെയ്തു. അങ്ങനെ ബാലിയെ വധിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദുന്ദുബി എന്ന അസുരനെ ജയിച്ചയാളാണ് ബാലി. ആ ദുന്ദുബിയെ എടുത്തു പൊക്കാൻ മാത്രം ശക്തിയുള്ള ഒരാൾക്കേ ബാലിയെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീരാമസ്വാമിയെ തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ദുന്ദുബിയെ തട്ടിമാറ്റിയെന്ന് പറഞ്ഞു. അപ്പം അത്രയും ശക്തിവാനായിരുന്നു ശ്രീരാമസ്വാമി. പിന്നീട് ബാലി മല്ലിടുന്ന സാലമരങ്ങളുണ്ട്, 7 സാലമരങ്ങളുണ്ട്. ആ സാലമരങ്ങളെ ഭേദിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പരീക്ഷണം. അത് വെറും ഒരു അമ്പ് കൊണ്ട് മാത്രം ശ്രീരാമസ്വാമി ആ 7 മരങ്ങളും ഭേദിച്ചു. അപ്പോൾ ബാലിയെ വധിക്കാൻ കരുത്തുറ്റവനാണ് ശ്രീരാമസ്വാമി എന്ന് തെളിഞ്ഞു. പിന്നീട് വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്ത് വധിക്കുന്നു. പിന്നീട് സുഗ്രീവന് രാജ്യം നേടിക്കൊടുത്ത് രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് വരുന്ന വർഷക്കാലം മനുഷ്യ സഹജമായ വിരഹങ്ങളൊക്കെയും ദുഃഖങ്ങൾ അത്രയും അനുഭവിച്ചുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും മദംഗമുനിയുടെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള മാല്യവാൻ പർവ്വതത്തിൽ അവിടെ കഴിച്ചുകൂട്ടി. വർഷകാലം മുഴുവൻ ആ വിരഹമൊക്കെ അനുഭവിച്ച് ശ്രീരാമസ്വാമി അവിടെ കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ധൃതമദദയിതാ മാർഗണായാവനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിബിരപി തഥാ ത്വത്പ്രിയാസപ്രയാസൈ. ഒന്നുകൂടി ചൊല്ലാം. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ധൃതമതദയിതാ മാർഗണായാവനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കപിബിരപി തഥാ ത്വത്പ്രിയാസപ്രയാസൈ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വളരെ ചുരുക്കിയാണ് ഭട്ടതിരിപ്പാട് ശ്ലോകത്തിൻ്റെ വരികളിലൂടെ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവാൻ അതൊരു കഥ പോലെ തന്നെ പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. വർഷകാലം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിലല്ലേ, വർഷകാലത്ത് വിരഹം അനുഭവിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി കഴിയുകയായിരുന്നു എന്ന്. വർഷകാലം കഴിഞ്ഞു. അപ്പോൾ ഈ സമയം അത്രയും തൻ്റെ അന്തഃപുരത്തിൽ രാജ്യം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് സുഗ്രീവന്. തൻ്റെ അന്തഃപുരത്തിൽ വളരെ സുഖലോലുപനായി അലസനായി കഴിയുകയായിരുന്നു സുഗ്രീവൻ. രാജ്യം വീണ്ടെടുത്ത് നൽകിയാൽ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്താമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു സുഗ്രീവൻ. ആ ഉറപ്പും കൊടുത്ത വാക്കുമൊക്കെ അപ്പാടെ മറന്നു കളഞ്ഞ് വളരെ അലസനായി തൻ്റെ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു സുഗ്രീവൻ. അപ്പോൾ ശ്രീരാമസ്വാമി കോപം നടിച്ചു എന്നാണ് പറയുന്നത്. കോപം നടിക്കുകയല്ല, കോപം നടിച്ചു എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയെ പോലെയുള്ള അവതാരങ്ങൾക്ക് കോപമില്ല എന്നുള്ളതാണ്.
പക്ഷേ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ദേഷ്യപ്പെടേണ്ടവിടെ ദേഷ്യപ്പെട്ടേ പറ്റൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ശ്രീരാമസ്വാമിക്ക് കോപം വന്നു. അപ്പോൾ ലക്ഷ്മണനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഞാണൊലി കേട്ടു, ആ അമ്പ് കൊലയ്ക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും കൂടി ഓടി വന്നു. അപ്പോൾ അവിടെ അങ്കദനുണ്ട്, ഹനുമാനുണ്ട്. ഇവർക്കൊന്നും ശ്രീരാമസ്വാമിയുടെ അനുജനെ, അതായത് ലക്ഷ്മണനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയായിരുന്നു ലക്ഷ്മണസ്വാമി. അങ്ങനെ അവസാനം താരയാണ് ലക്ഷ്മണനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ വേഗം പുറപ്പെട്ടു. സുഗ്രീവൻ തൻ്റെ വാനര വ്യൂഹങ്ങളെയൊക്കെ കൂട്ടി വ്യൂഹം ചമച്ച് നിർത്തുകയാണ് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ എല്ലാ ഈ വാനര സൈന്യങ്ങളും തല കുനിച്ച് അന്വേഷണത്തിന് തയ്യാറായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ശ്രീരാമസ്വാമിക്ക് സന്തോഷമായി. ശ്രീരാമസ്വാമി സീതാദേവിക്കുള്ള ഒരു സന്ദേശം ഹനുമാനെ ഏൽപ്പിക്കുകയാണ്. ഒപ്പം അടയാളത്തിനായി തൻ്റെ മോതിരവും കൊടുക്കുന്നു. ശ്രീരാമസ്വാമി ഹനുമാനെ ഏൽപ്പിക്കുന്നത്, ഹനുമാൻ വായുപുത്രനാണ് അല്ലേ. അപ്പോൾ വായുവേഗത്തിൽ ഈ സന്ദേശം അവിടെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം അത് ഹനുമാൻ സ്വാമിയെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള വാനര പടകളൊക്കെ വ്യൂഹങ്ങളായി ചമഞ്ഞ് ഒരു പഴുതുപോലും ഇല്ലാതെ പഴുതടച്ച് സീതാദേവി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലുമായി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് ഭട്ടതിരിപ്പാട് ഈ ഒരു ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലത്രയും മനസ്സിലാക്കാനുള്ളൂ. വർഷം കഴിഞ്ഞിട്ട് പോലും സുഗ്രീവന് തൻ്റെ രാജ്യം വീണ്ടും കിട്ടിയപ്പോൾ ശ്രീരാമസ്വാമിക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്നുള്ള വാക്ക് കൊടുത്തത് തന്നെ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമസ്വാമിക്ക് ദേഷ്യമായി. ശ്രീരാമസ്വാമി തൻ്റെ അനുജനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ കൊട്ടാരത്തിലെത്തി ദേഷ്യം കൊണ്ട് ആ വില്ല് കൊലച്ചപ്പോൾ ആ ശബ്ദം കേട്ട് അവരെല്ലാവരും അന്വേഷിച്ച് വരികയാണ്. അങ്കദനും ഹനുമാനും ഒന്നും ലക്ഷ്മണനെ ശാന്തനാക്കാൻ സാധിച്ചില്ല. അവസാനം താരയാണ് ശാന്തനാക്കുന്നത് ലക്ഷ്മണനെ. അങ്ങനെ സുഗ്രീവൻ തൻ്റെ വാനര സഖ്യത്തോടു കൂടി ശ്രീരാമസ്വാമിയുടെ മുമ്പിലെത്തി. എത്രയും പെട്ടെന്ന് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പഴുതടച്ചുള്ള അന്വേഷണത്തിന് അവർ പുറപ്പെട്ടു. ഇതിനിടയിൽ ശ്രീരാമസ്വാമി ഹനുമാന് സീതാദേവിക്കുള്ള സന്ദേശവും അടയാളത്തിനായി മോതിരവും കൊടുക്കുകയാണ്. വായുപുത്രനായ ഹനുമാന് വായുവേഗത്തിൽ ഈ സന്ദേശം സീതാദേവിയുടെ അടുത്തെത്തിക്കാൻ സാധിക്കുമെന്ന് ശ്രീരാമസ്വാമിക്ക് അറിയാം. അങ്ങനെ മറ്റ് വാനരപ്പടകളൊക്കെ സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെടുകയും ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ സന്ദേശവുമായി സീതാദേവിയെ കാണാൻ പുറപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വദ്വാർത്താ കർണനോദ്യദ്ഗരുദുരുജവസംഭാതി സംഭാതി വാക്യപ്രോത്തീർണാർണോദിരന്ധർ നഗരി ജനകജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഡബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാ ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഒന്നുകൂടി ചൊല്ലാം. ത്വദ്വാർത്താ കർണനോദ്യദ്ഗരുദുരുജവസംഭാതി സംഭാതി വാക്യപ്രോത്തീർണാർണോദിരന്ധർ നഗരി ജനകജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഡബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ചലങ്കാ ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. മൂന്നാമത്തെ ശ്ലോകത്തിൽ എത്ര കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. അങ്ങനെ വാനരന്മാർ സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ ഇരുളടഞ്ഞ ഒരു ഗുഹയ്ക്കുള്ളിൽ പെട്ടു. ഇനി രക്ഷയില്ല എന്ന് കണ്ട് അവിടെ ഒരു ദർഭ വിരിച്ച് മരിക്കാൻ തയ്യാറായി തന്നെ ഇരുന്നു. ആ സമയത്താണ് അവിടെ സമ്പാദിയെ കാണുന്നത്. ജടായുവിനെ രക്ഷിക്കുവാൻ വേണ്ടി, ജടായു അറിയാലോ പക്ഷിശ്രേഷ്ഠൻ, സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തന്നാൽ കഴിയുന്ന വിധം രക്ഷിക്കാൻ ശ്രമിച്ച് ചിറകുകൾ കരിഞ്ഞ് 2 ചിറകുകളും അറ്റ് വീണ് പിന്നെ ശ്രീരാമസ്വാമിയെ കണ്ട് കാര്യം പറഞ്ഞതിന് ശേഷമാണല്ലോ ജടായു മരിക്കുന്നത്. അപ്പോൾ ജടായുവിൻ്റെ സഹോദരനാണ് സമ്പാദി. അങ്ങനെ സമ്പാദി ചിറകുകളൊക്കെ കൊഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്രയും വാനരന്മാർ മുമ്പിൽ വന്ന് പെടുന്നത്. അപ്പോൾ തനിക്ക് ഒരു നേരത്തേക്കുള്ള ആഹാരമായി തന്നെ സമ്പാദി വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ വാനര ശ്രേഷ്ഠന്മാരെല്ലാവരും ചേർന്ന് രാമകഥ പാടുവാൻ തുടങ്ങി എന്നാണ് പറയണം. അപ്പോൾ ആ രാമകഥ കേട്ടപ്പോൾ സമ്പാദിക്ക് വീണ്ടും ചിറകുമുളച്ചു. ആ രാമകഥ കേട്ട് സമ്പാദിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ലങ്കയെക്കുറിച്ചും അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഈ വാനരന്മാർക്ക് വിവരിച്ചു കൊടുത്തു. ഹനുമാനാവട്ടെ ആ സമുദ്രം ചാടിക്കിടക്കുകയാണ്. ചാടിക്കടക്കുന്നതിനിടയിൽ സുരസ എന്നു പേരുള്ളൊരു രാക്ഷസി ആക്രമിക്കാനെത്തി. ആ പരീക്ഷണവും അതിജീവിച്ച് സിംഹികയെ വധിച്ച് ലങ്കാലക്ഷ്മിയെയും പരാജയപ്പെടുത്തിയിട്ടാണ് അശോകവനിയിലെ ശിംശുപ വൃക്ഷ ചുവട്ടിലിരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയെ കാണുന്നത്. അപ്പോൾ വേഗം ചെന്ന് കാര്യം പറയാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ആ സമയത്ത് രാവണനും കുറേ രാക്ഷസ സ്ത്രീകളും ഒക്കെ കൂടി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ശിംശുപ വൃക്ഷത്തിൽ സൂക്ഷ്മ രൂപത്തിൽ സ്വയം ശരീരം വലുതാക്കാനും ചെറുതാക്കാനും കഴിയുന്ന ആളാണ് ഹനുമാൻ സ്വാമി അല്ലേ. അപ്പോൾ ആ ശിംശുപ വൃക്ഷത്തിൽ സൂക്ഷ്മ രൂപത്തിൽ ഒളിച്ചിരുന്നു. അങ്ങനെ ഈ രാവണനും പരിവാരങ്ങളും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം രാമകഥ ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോൾ സീതാദേവി പറഞ്ഞു, രാമകഥ ആലപിച്ച ആൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചാടി സീതാദേവിയുടെ മുമ്പിൽ വന്നിരുന്നു. പിന്നെ ശ്രീരാമസ്വാമി കൊടുത്തയച്ച സന്ദേശം സീതാദേവിക്ക് കൈമാറുകയും ആ അങ്കുലിയും കൊടുക്കുകയും ചെയ്തു, ആ മോതിരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സീതാദേവി ശ്രീരാമസ്വാമിയെ ഏൽപ്പിക്കാനായി ചൂടാരത്നം ഹനുമാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു, അങ്ങനെ അങ്ങ് രാവണൻ്റെ ലങ്കയിൽ വരെ എത്തിയിട്ട് തൻ്റെ വരവറിയിക്കാതെ ഒളിച്ചു വന്ന് കള്ളനെ പോലെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ തൻ്റെ വരവൊന്ന് അറിയിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഹനുമാൻ ഉണ്ടാക്കുകയാണ്. ഒപ്പം രാവണൻ്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ വധിക്കുകയും ചെയ്തു. അക്ഷകുമാരനെ വധിച്ചു, എതിരെ വന്ന രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. ആ സമയത്ത് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാനെ ബന്ധിച്ചു. ആ ബന്ധനം വേർപെടുത്താവുന്നതേ ഉള്ളൂ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ തൻ്റെ വരവറിയിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ആഞ്ജനേയ സ്വാമിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധനത്തിന് നിന്നുകൊടുത്തു. അങ്ങനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ രാവണൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, സീതാദേവിയെ എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തുടർന്ന് നേരിട്ടേക്കാവുന്ന ആപത്തുകളെക്കുറിച്ചൊക്കെ അവിടുന്ന് വിശദീകരിച്ചു. പക്ഷെ രാവണൻ വലിയ അഹങ്കാരിയാണ്. ഒരിക്കലും തൻ്റെ കയ്യിലാണ് ഈ ലോകം മുഴുവൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് രാവണൻ. അതുകൊണ്ട് തന്നെ രാവണൻ ഒരു കാരണവശാലും സീതാദേവി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രാമൻ്റെ ദൂതുമായി വന്നതല്ലേ ഹനുമാൻ. അപ്പോൾ ഹനുമാനെ ഒന്ന് അപമാനിച്ച് വിട്ടേക്കാമെന്ന് കരുതി ഹനുമാൻ്റെ വാലിൽ തുണിയൊക്കെ ചുറ്റി അതിൽ തീ കൊളുത്തി പട്ടണ പ്രദക്ഷിണം ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞത് അവർക്ക് തന്നെ വിനയായി. അങ്ങനെ ആ വാലിൽ പിടിച്ച തീ കൊണ്ട് ലങ്കാ നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കിയിട്ടാണ് തിരിച്ച് സമുദ്രം കടന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ഹനുമാൻ എത്തുന്നത്. അങ്ങനെ എത്തി സീതാദേവി ഏൽപ്പിച്ച ചൂടാരത്നം ശ്രീരാമസ്വാമിയുടെ കൈകളിൽ കൊടുക്കുകയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുകയും ചെയ്തു ഹനുമാൻ എന്നുള്ളത് അത്രയും ഈ 3-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് രാമായണ കഥകൾ ഇങ്ങനെ സീരിയലുകളായിട്ടും സിനിമയായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ ഹനുമാൻ സ്വാമി ഇന്ദ്രജിത്ത് പിടിച്ച് രാവണൻ്റെ മുമ്പ് കൊണ്ട് ചെന്ന് നിൽക്കുമ്പോൾ രാവണൻ ഒരുപാട് മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒപ്പത്തിലിരുന്ന് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വാല് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കി അത് ചുറ്റി അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് രാവണനോട് നേർക്ക് സംസാരിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരികയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ 3-ാമത്തെ ശ്ലോകത്തിൽ. അത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയും കാര്യങ്ങളുണ്ട് 3-ാമത്തെ ശ്ലോകത്തിൽ. ഈ വാനരന്മാർ സീതാദേവിയെ അന്വേഷിച്ച് പോകുന്നതിനിടയ്ക്ക് വഴി മുട്ടി എന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി മരിക്കേ വഴിയുള്ളൂ എന്നുള്ളൊരു ഇതിലിങ്ങനെ ദർഭ വിരിച്ച് കിടക്കുന്ന സമയത്താണ് സമ്പാദിയെ കാണുന്നത്. സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠനെ കാണുന്നത്. സമ്പാദി തൻ്റെ ചിറകുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷണമാക്കാം എന്ന് കരുതിയതാണ് വാനരന്മാരെ. പക്ഷെ വാനരന്മാർ രാമകഥ പാടാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ തന്നെ അപ്പോൾ എത്ര വിശിഷ്ടമാണ് രാമകഥ എന്ന് ആലോചിച്ച് നോക്കൂ. ആ രാമകഥ കേട്ടപ്പോൾ തന്നെ സമ്പാദിയുടെ കൊഴിഞ്ഞു പോയ ചിറകുകളൊക്കെ
തിരിച്ചു വന്നു, ചിറക് മുളച്ചു. അങ്ങനെ ചിറക് മുളച്ചപ്പോൾ വളരെയധികം സന്തോഷമായി. അങ്ങനെ ലങ്കയെക്കുറിച്ചും എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വാനരന്മാർക്ക് വിവരിച്ചു കൊടുത്തു. ആഞ്ജനേയസ്വാമി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. അതിനിടയിൽ സുരസ എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീയുടെ പരീക്ഷണം ഉണ്ടായിരുന്നു. സിംഹികയെ വധിച്ചു. ലങ്കാലക്ഷ്മിയും പരാജയപ്പെടുത്തിയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ അശോകവനിയിൽ ശിംശുപ വൃക്ഷച്ചുവട്ടിൽ സീതാദേവി ദുഃഖിതയായിരിക്കുന്നത് ഹനുമാൻ സ്വാമി കണ്ടു. രാവണനും രാക്ഷസ സ്ത്രീകളും അവിടെ വരുന്നത് കണ്ടിട്ട് അവിടെ സൂക്ഷ്മരൂപത്തിൽ ഒളിച്ചിരുന്ന ഹനുമാൻ അവർ പോയതിനു ശേഷം രാമകഥ പാടാൻ തുടങ്ങി. രാമകഥ കേട്ടപ്പോൾ ഇത് പാടിയ ആൾ എൻ്റെ മുന്നിൽ വരട്ടെ എന്ന് സീതാദേവി പറഞ്ഞ സമയത്ത് സീതാദേവിയുടെ മുമ്പിൽ ചാടി വീണു. എന്നിട്ട് ശ്രീരാമസ്വാമി കൊടുത്തയച്ച സന്ദേശവും അങ്കുലിയവും കൈമാറി സീതാദേവിയുടെ കയ്യിൽ നിന്നും ചൂടാരത്നം വാങ്ങുകയും ചെയ്തു. അങ്ങനെ ഇതുവരെ വന്നിട്ട് രാവണനെ തല കാണിക്കാതെ പോകുന്നത് തൻ്റെ ശ്രീരാമപ്രഭുവിന് അപമാനമാണെന്ന് കരുതി അവിടെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. അക്ഷകുമാരനെ വധിച്ചു. എതിരിടാൻ വന്ന രാക്ഷസന്മാരെയൊക്കെ വധിച്ച് ഒടുവിൽ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധനസ്ഥനാക്കപ്പെട്ട് രാവണൻ്റെ മുമ്പിൽ എത്തിച്ചു. അങ്ങനെ രാവണനോട് ആദ്യം പറഞ്ഞു സീതാദേവിയെ വിട്ടുകൊടുക്കാതെ ഇരുന്നാൽ നേരിട്ടേക്കാവുന്ന ആപത്തുകളെക്കുറിച്ച് വിവരിച്ചു. പക്ഷെ രാവണൻ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. രാമദൂതുമായി വന്ന ഹനുമാനെ അപമാനിച്ചു വിടാനെന്നോണം വാലിൽ തുണി ചുറ്റി അതിൽ തീ കൊളുത്തി പട്ടണ പ്രദക്ഷിണം ചെയ്യിപ്പിച്ചു. പക്ഷേ ഹനുമാനാവട്ടെ അവിടെ നിന്നും പൊങ്ങി ചാടി ലങ്ക മുഴുവനും ദഹിപ്പിച്ച് സമുദ്രം തിരികെ ചാടിക്കടന്ന് ശ്രീരാമസ്വാമിയുടെ അടുക്കലെത്തി. സീതാദേവി ഏൽപ്പിച്ച ചൂടാരത്നം ശ്രീരാമസ്വാമിയെ ഏൽപ്പിച്ച് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിവരിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിതയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവകാതോത്യധമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിത സ്വമദങ്കാശ്രമാന്തേ സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമദദയിതാ മാർഗണായാവനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ മമാർഗേ കബിബിരപി തഥാ ത്വത്പ്രിയാ സപ്രയാസൈ ത്വദ്ധാർത്താ കർണനോദ്യദ്ഗരുദുരുജവ സംഭാതി വാക്യപ്രോത്തീർണാർണോദിരന്തർ നഗരി ജനഗജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ കാണുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ഇത്രയും വൈകിയത്. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്കറിയാം കുറേ പേര് എന്നോട് എന്താ അടുത്ത ദശക ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പോസ്റ്റായി കൊടുത്തിരുന്നു, എങ്കിലും പലരും അത് കണ്ടിട്ടില്ല. അപ്പോൾ കുറേ പേർക്ക് ഞാൻ വായിക്കുന്നത് മനസ്സിലാവുന്നത്, ഞാൻ ചൊല്ലുന്നത് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റാത്തതിൽ എനിക്കും മതിയായിട്ടുള്ള വിഷമമുണ്ട്. ഗുരുവായൂരപ്പനെ തന്നെ വിളിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഡാൻസ് പരിപാടിയുടെ എന്തെങ്കിലും തിരക്കുകളോ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ മുടക്കം വരുന്നത്. അത് മുടക്കം വരുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് മനസ്സിന്. എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഉണ്ട്, പക്ഷെ സാധിക്കാതിരിക്കും. ഇപ്പോഴാണ് കുറച്ചായിട്ട് എനിക്ക് ഇതിൻ്റെ ഇടയിൽ പോലും ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിനിടയിൽ പോലും ചൊല്ലുമ്പോൾ ഇടയ്ക്ക് ചുമ വന്ന് നിർത്തി വീണ്ടും ചൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അതും ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറയുക, അപ്പോൾ അത് കുറച്ച് മുമ്പ് വരെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സംസാരിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്. പനി ഒരു 3 ദിവസമാണ് പനിച്ചത്. അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ശബ്ദത്തിനും തൊണ്ടയ്ക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ.
അപ്പോൾ ഇനി തുടർന്നും ഇതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കാണണം. അല്പം വൈകിയായാലും എങ്ങനെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ വീഡിയോസ് കാണുക. ഈ വീഡിയോസ് ഉപകാരപ്രദമാവുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് 35ാമത്തെ ദശകത്തിലെ 4, 5, 6 ശ്ലോകങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ ഹരി ഓം.